ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാബ് അസിസ്റ്റന്റിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു കീപ് കെമിക്കൽസ് ഫ്രീ ഫ്രം വാട്ടർ? അതായത് കെമിക്കൽസിൽ നിന്ന് നമുക്ക് വെള്ളം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കെമിക്കൽസിനെ വാട്ടർ ഫ്രീ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഹോട്ട് എയർ ഓവൻ, ബി ഡെസിക്കേറ്റർ, സി ഇൻക്യുബേറ്റർ, ഡി സീഡ്സ് ഫിൽട്ടർ. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോട്ട് എയർ ഓവൻ എന്ന് വെച്ചാൽ ഇപ്പം ഈ ഗ്ലാസ് വെയർ പോലത്തെ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അതൊന്ന് സ്റ്റെറിലൈസ് ചെയ്തൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹോട്ട് എയർ ഓവൻ. ഓക്കെ, ഡെസിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡെസിക്കേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെമിക്കൽസിനെയൊക്കെ ആ മോയ്സ്ചർ അബ്സോർബ് ചെയ്തുകൊണ്ട് അതായത് വാട്ടർ ഫ്രീ ആയിട്ട് സൂക്ഷിക്കുന്നതാണ് ഡെസിക്കേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ ചില സബ്സ്റ്റൻസ് ഒക്കെ മേടിക്കുന്ന സ്ഥാനത്ത് ഇങ്ങനെ ചെറിയ ചെറിയ സാഷേഴ്സ് പോലെ സിലിക്ക ജെല്ല് പോലെ സബ്സ്റ്റൻസ് ഒക്കെ കിടക്കും. അതിനാണ് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതൊരു ടൈപ്പ് ഓഫ് ഡെസിക്കേറ്റർ ആണെന്ന് പറയാം. അപ്പോൾ ഈ ഡെസിക്കേറ്ററിൻ്റെ പർപ്പസ് എന്താണ്? അതായത് കെമിക്കൽസ് ഫ്രീ ഫ്രം വാട്ടർ ആണ്. ഓക്കെ, അപ്പം ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻക്യുബേറ്റർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ച് കൊടുത്തുകൊണ്ട് നമ്മളൊരു ഈ പറഞ്ഞ ഈ എഗ്സ് ഹാച്ച് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതാണ് ഇൻക്യുബേറ്റർ. ആൻഡ് സീസ് ഫിൽട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ലിക്വിഡ്സിനെയൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇവിടുത്തെ ആൻസർ എന്താണ്? യൂസ്ഡ് ടു കീപ് കെമിക്കൽസ് ഫ്രീ ഫ്രം വാട്ടർ ആണ് അല്ലേ? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെസിക്കേറ്റേഴ്സ് ആണ്.